വയോജനത്തിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷനും വനിതാ ശിശുവികസന വകുപ്പും ചേർന്ന് എസ്.കെ. പൊറ്റക്കാട് ഹാളിൽ നടത്തിയ വയോജനോത്സവം ആഘോഷമായി. പാട്ടും നൃത്തവുമായി വയോജന ദിനം അവർ ആഘോഷമാക്കി. കോഴിക്കോടിന്റെ ആസ്വാദക ഹൃദയ തീരങ്ങളെ തഴുകിയുണർത്തുന്ന നൃത്താവിഷ്കാരവുമായാണ് വയോജനോത്സവം ആഘോഷമാക്കിയത്. പാട്ടിന്റെ ഉയർത്തി. കോഴിക്കോട് കോർപ്പറേഷനും വനിതാ ശിശുവികസന വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. എസ്.കെ. പൊറ്റക്കാട് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അവരിലൊരാളായി എത്തി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്റെ കണ്ണിൽ നിറഞ്ഞിട്ടു. ആ പൈസ കൈ കിട്ടുമ്പോ പല്ല് പോയ തൊണ്ണുകാട്ടിയുള്ള ആ ഒരു ചിരിയില്ലേ, ആ ചിരി മതി ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം. തോന്നല്ല പ്രശ്നം, ആ ചിരി, ആ സന്തോഷം മതി എന്ന് പറഞ്ഞ. രാവിലെ മുതൽ ഏറെ ആവേശത്തിലായിരുന്നു മത്സരാർത്ഥികളെല്ലാം. വയോജനോത്സവമാകുമ്പോൾ എങ്ങനെ കളിക്കാതിരിക്കുമെന്നായിരുന്നു ഓരോരുത്തരുടെയും ചോദ്യം. ഇടയ്ക്ക് ടീച്ചർമാരുടെ നിർദ്ദേശത്തിന് കാതുകൂർപ്പിക്കുന്ന കുട്ടികളായും അവർ മാറി. ഒരേ നിറത്തിലുള്ള സാരിയുടുത്ത് മുല്ലപ്പൂ അണിഞ്ഞ് പരസ്പരം കളിചിരി പങ്കിട്ട് ഇടയ്ക്ക് എല്ലാവരും കൂടി സെൽഫിയെടുത്ത് ഓരോ നിമിഷവും ആഘോഷമാക്കുകയായിരുന്നു. സ്റ്റേജിലെത്തുന്നവർക്ക് നിറഞ്ഞ കയ്യടിയോടെയായിരുന്നു സ്വീകരണം. പാട്ടും നൃത്തവും തീരുമ്പോൾ കയ്യടിക്കാൻ ആരും മറന്നില്ല. ക്ഷേമകാര്യ സമിതി അധ്യക്ഷൻ പി. ദിവാകരനും കൗൺസിലർമാരും വനിതാ ശിശുവികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരുമെല്ലാം ചുരുങ്ങിയ വാക്കിൽ സംസാരിച്ച് കലാപരിപാടികളുടെ തുടർച്ച മുറിയാതെ നോക്കി. വേദിയിലെ കസേരകൾ മാറ്റേണ്ട താമസം. അടുത്ത സംഘമെത്തി. ഒപ്പനയും സംഘനൃത്തവുമെല്ലാം സദസ്സിനെ ആവേശം കൊള്ളിച്ചു. അങ്ങനെ ആഹ്ലാദത്തിമിർപ്പിൽ പകലന്തിയോളം വയോജന ദിനം അവർ ആഘോഷമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.